ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നുറുക്ക് ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇത് വളരെയധികം നല്ലൊരു ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നെയ്യപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. 3 പ്രാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് 3 പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ട് ഊറ്റിക്കളയണം. അതിനുശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അരമണിക്കൂർ നേരം കുതിരാനായിട്ട് വെക്കാം. തണുത്ത വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ 2 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വെക്കണം. എന്നാൽ മാത്രമേ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് നല്ല നൈസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുതിർത്തിയെടുക്കുന്നത്. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ചൂടുവെള്ളത്തിലാണ് കുതിരാനിടുന്നതെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിതിലെ വെള്ളമെല്ലാം നന്നായിട്ട് ഊറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം ഊറ്റിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുതിർത്തിയെടുത്ത നുറുക്ക് ഗോതമ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം പാടില്ല. വെള്ളമെല്ലാം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞെടുക്കണം. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 50 ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കര ചേർത്തതിന് ശേഷം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിൽ മാറ്റി വെച്ചേക്കണം നുറുക്ക് ഗോതമ്പിലോട്ട് നമ്മൾ ഈ ശർക്കരപ്പാനി തണുത്ത ശേഷം അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ശർക്കരപ്പാനി ഒഴിച്ചിട്ടാണ് നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. അതുകൊണ്ടിട്ടാണ് നുറുക്ക് ഗോതമ്പിലെ വെള്ളമെല്ലാം ഊറ്റിക്കളയുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ അരച്ചെടുത്ത മാവ് മുഴുവനായിട്ടും ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ നമുക്ക് വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും പ്രശ്നമില്ല. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ട കെട്ടാതെ നല്ല നൈസായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 15 മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കാം. ഇത് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് 15 മിനിറ്റ് നേരം മാറ്റി വയ്ക്കുന്നത്. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ മാവ് നല്ല തിക്കായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ മാവ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് അളവിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്ത് കൊണ്ടിട്ട് നമുക്കിത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്ത് നെയ്യപ്പം റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.